എല്ലാ ഗഡീസുകൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആവണങ്ങാടാണ് വന്നിട്ടുള്ളത്. പെരിങ്ങോട്ടുകാര ദേവസ്ഥാനം ആവണങ്ങാടാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ സുരേഷ് ഗോപി ചേട്ടന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം ജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ സുരേഷ് ഗോപി ചേട്ടന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴീനെ നേർന്നുണ്ടായിരുന്നു, ആവണങ്ങാടി ചാത്തന്, വിഷ്ണുമായ ചാത്തന്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ പാർക്കിങ്ങിലാണ്. ഇന്നും നല്ല തിരക്കാണ്. അപ്പോൾ ഇന്ന് മുഴുവൻ സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ടാണ്, ചേട്ടന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. പ്രാർത്ഥിക്കുന്നത് ആൾക്ക് വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ ജയിച്ചതിനും പിന്നെ മന്ത്രിസ്ഥാനം കിട്ടിയതിനും ഇനി അത് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അതിന് വേണ്ടി നേർന്നെടുത്തതാണ്. എന്തായാലും വരണം അപ്പൊ ഞങ്ങൾ എന്തായാലും സ്വാമിക്ക് നേർന്നിട്ടുള്ളത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി വന്നിക്കണം. അപ്പോൾ ഞങ്ങൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടേതായ രീതികളെല്ലാം നമ്മൾ ജയിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പാതി പിന്നെ പകുതി ദൈവമാണ്. അപ്പോൾ നമ്മൾ ആവണങ്ങാട് വിഷ്ണുമായ ചാത്തന് ജയിച്ച് കഴിഞ്ഞാൽ ഒരു കോഴീനെ നേർന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കോഴീനെ കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി കോഴീനെ വാങ്ങി കൊണ്ടു കൊടുക്കാം കേട്ടോ. അടിപൊളി വിജയമായില്ലേ? അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയവും നല്ല ഭൂരിപക്ഷം മന്ത്രിസ്ഥാനം. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോകണം കേട്ടാ, വാങ്ങാൻ പോകാം. നമുക്ക് ആദ്യം നമ്മുടെ കോഴീനെ വാങ്ങാനുള്ള കട പടിയാണ് കേട്ടാ. അപ്പൊ നമുക്ക് അവിടെ വയ്ക്കാം. ചെരുപ്പ് നമുക്ക് അവിടെ വയ്ക്കാം. ഇതാണ് കടയിൽ നമുക്കൊരു കോഴീനെ നല്ലത് വാങ്ങാം. അപ്പുറത്താണുള്ളത്. കടയിൽ പോയി അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ നേർച്ച ബ്ലോക്ക് ചെയ്തിക്കാന്ന് പറയണത്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ചോദിക്കാൻ പറയണം. അപ്പോൾ അവിടെ പോയി ചോദിച്ചിട്ട് നമുക്ക് വഴിപാട് നടത്താൻ പറ്റുമെന്ന് ചോദിക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങാം നമുക്ക് കേട്ടോ. ഇന്നെന്താണെന്നറിയില്ല, നല്ല തിരക്കാണ് കേട്ടോ. അത് ഞങ്ങൾ തൃപ്രയാർ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ തൃപ്രയാറും നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ ഇവിടെയും തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. വഴികളൊക്കെ നല്ല ബ്ലോക്കും പിന്നെ വണ്ടി വയ്ക്കാൻ സാറില്ല. വേറൊരു പറമ്പിലാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത്. ഇവിടെ അന്വേഷിച്ചപ്പോൾ കോഴി, നെയ്യ്, വെളിച്ചെണ്ണ, എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ബ്ലോക്ക് ചെയ്തിക്കാം. അപ്പോൾ അതിൻ്റേതായ കാശ് ഇവിടെ വഴിപാടായി ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. കോഴീനാണെങ്കിൽ കോഴിയുടെ റേറ്റ് അവിടെ വഴിപാടായി ഇട്ടാൽ മതി. അല്ലാണ്ട് കോഴീനെ നമ്മളെക്കാണ്ട് ഇനി കയറ്റാൻ പറ്റില്ല. അവിടെ വഴിപാട് അതൊക്കെ ക്യാൻസലാക്കി അതിൻ്റെ പൈസ അവിടെ വഴിപാടായിട്ട് ഇടുക. അപ്പോൾ ഞങ്ങൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ കോഴിയുടെ പൈസ ഇവിടെ വഴിപാടിടാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അവിടെ വഴിപാടിടാം. ഇനി കോഴീനൊന്നും കൊണ്ടുവരേ വേണ്ട. ഇവിടെ കോഴീനെ കയറ്റില്ല. എണ്ണ, വെളിച്ചെണ്ണ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കയറ്റില്ല. ഇതിൻ്റെ പൈസയാണ് ഇവിടെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി കോഴിനൊന്നും കൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ ആ പൈസ ഇവിടെ വഴിപാടായിട്ട് ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയിട്ടില്ല, കയറാൻ പോകണല്ലോ. അപ്പോൾ കയറാം നമുക്ക്. എന്തൊക്കെ പറഞ്ഞാലും ആവണങ്ങാട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അതെന്ത് പറഞ്ഞാലും നമുക്ക് എന്താ സംഭവം നമുക്ക് അറിയില്ല. പക്ഷേ ആവണങ്ങാട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്. അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു അനുഭൂതി കിട്ടും. അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടില്ലേ, അവിടെ കയറി വരുമ്പോൾ നല്ലൊരു വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ കൗണ്ടറും കാര്യങ്ങളും പിന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും. പിന്നെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ഏഴിലമ്പാലം കാണാം. ഏഴിലമ്പാല നല്ല സംഭവമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു തണലായിട്ടും പിന്നെ നല്ലൊരു ഐശ്വര്യമാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അതുമാരത്തൊരു ഫീലുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ കയറി. പക്ഷെ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ കണ്ടിട്ടില്ല, കവാടത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കവാടത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാൻ വെച്ചിട്ട് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പുറ സൈഡ്. അപ്പോൾ ഞങ്ങൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ വൺ വേ അടിച്ച് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ തോണയിൽ നിന്ന് ഉപ്പാട് നമ്മൾ ഇപ്പുറത്തൊന്ന് വന്ന് നമുക്ക് അവിടത്തിൻ്റെ ഇപ്പുറത്തേക്ക് കിടക്കണം കേട്ടോ, ബാക്ക് സൈഡ്. അവിടെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ അനുമതി ഇല്ല. പിന്നെ ഞാനാ എടുത്ത് പകുതിയായപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആദ്യം വരുമ്പോൾ കുഴപ്പമില്ല.
ഇതാണ് ബാക്ക് സൈഡത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ കയറാൻ പോകുള്ളൂ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഈ ബാക്ക് സൈഡ് വന്നത് കേട്ടോ, അല്ലാണ്ട് വരാൻ പറ്റില്ല. ഇനി മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിൻ്റെ ഉള്ളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പുറത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല തിരക്കാണ്. എന്നാലും തൊഴുത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫീലിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് പോവാനുള്ള പരിപാടി നോക്കാം. അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്ക് ചെയ്തതിൻ്റെ അവിടെ തന്നെ എത്തിയിട്ടാ. അപ്പോൾ ഞങ്ങളിനി വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മുടെ വഴിപാടുകളൊക്കെ കഴിഞ്ഞു. പഴയമാതിരി കോഴിനൊന്നും കൊടുക്കാൻ പറ്റില്ല, കോഴിയുടെ പൈസ നമുക്ക് വഴിപാട് ഇടാൻ പറ്റുള്ളൂ അവിടെ. അപ്പോൾ നമ്മൾ വഴിപാട് ആയിട്ട് പൈസ അവിടെ ഇട്ടിട്ടുണ്ട്. അതുപോരാണ്ട് നമ്മുടെ ചേട്ടന് സുരേഷ് ചേട്ടന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ ആൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. പിന്നെ അടുത്ത പ്രാവശ്യം ഇതുമാതിരി ഇലക്ഷനിൽ നിന്ന് ഇതിലും ഭൂരിപക്ഷത്തിൽ ജയിക്കട്ടെ. ഇനി അതിനു വേണ്ടിയുള്ള പരിപാടികളാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ, മറക്കരുത്.